അടുത്തത് വൻ കോമഡി ആയിരുന്നു. ഞാൻ മാക്ക് എടുക്കാനായിട്ട് പോയ സമയത്ത് അവിടെ ഷോറൂമിൽ ഈ ഒരു മാക്ക് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായി. ഞാൻ മാക്കിൻ്റെ ട്രാക്ക് ചില ആൾക്കാരെ മാക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് പരിചയമുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ പറയും മാക്കിൻ്റെ കീബോർഡ് ആരാണ് ഉണ്ടാക്കിയത്, എനിക്ക് അങ്ങനെ കാണണം. വേറെ ഒന്നുമല്ല, അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നും വിൻഡോസില്ല. പക്ഷേ മാക്ക് ഉണ്ടല്ലോ, ഇവൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നവർ കണ്ടു കാണും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാക്ബുക്ക് എടുത്തായിരുന്നു. അപ്പോൾ ഈ ഒരു മാക്ബുക്കിൻ്റെ റിവ്യൂ അല്ല ഈ ഒരു വീഡിയോ. അതേപോലെ തന്നെ ഈ ഒരു മാക്ബുക്കിനെ കുറിച്ച് പൊക്കി പറയാം, മാക്ബുക്കിൻ്റെ പവർഫുള്ളാണ്, അതാണ് ഇതാണ്, അതൊക്കെ ആപ്പിൾ ഇവൻ്റിൽ അവർ പറഞ്ഞോളും. അതൊന്നുമല്ല നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് ഞാൻ കഴിഞ്ഞ 15 വർഷം, എനിക്ക് തോന്നുന്നു 15 വർഷത്തിന് മുകളിലായിട്ടൊരു ഡൈ ഹാർഡ് വിൻഡോസ് യൂസറാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും മാക്ക് യൂസ് ചെയ്തിട്ടില്ല. മാക്സിമം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഐഫോണും ഐപാഡ് വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മാക്ക് ഞാൻ തൊട്ടിട്ടേയില്ല. ഞാനൊരു ഡൈ ഹാർഡ് വിൻഡോസ് യൂസറാണ്. പക്ഷേ പറ്റിയെന്താണെന്ന് വെച്ചാൽ എൻ്റെ പഴയ ലാപ്പ് എന്ന് പറയുന്നത് ഏസൂസിൻ്റെ ടഫ് സീരീസ് ആയിരുന്നു. അതിനകത്ത് RTX അല്ല GTX സീരീസിലുള്ള 1050 ഗ്രാഫിക്സ് കാർഡാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ 4Kയിലൊക്കെ എഡിറ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും തട്ടിമുട്ടിയൊക്കെ പോകും. പക്ഷേ ഈ അടുത്തായിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് ട്രിപ്പൊക്കെ പോയി. ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് അവിടെ റിമോട്ടായിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 40-45 മിനിറ്റ് മാത്രമേ നിൽക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ റെൻഡറൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു രക്ഷയില്ല. ഫാൻ എന്ന് പറയുന്നത് പൂക്കുറ്റി വർഗണ മാതിരി ഭയങ്കര ശബ്ദമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും പോർട്ടബിൾ അല്ലാത്ത രീതിക്ക് ആയിപ്പോയി. ശരിക്കും ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പോലെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഉചിതമായിട്ട് തോന്നിയത് 4K എഡിറ്റിങ്ങിനൊക്കെ ഒരു മാക്ക് എടുക്കണം എന്ന് തന്നെയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് മാക്ബുക്കിൻ്റെ M1 ചിപ്സെറ്റോട് കൂടിയിട്ടുള്ള മാക്ബുക്ക് എയർ 512GB 8 കോർ GPU ഉള്ള വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് 8GB റാമും 512GB SSD ആണുള്ളത്. 8 കോർ GPയും 7 കോർ GPയും ഉണ്ട്. 7 കോറാണ് ബേസ്. പക്ഷേ ഞാൻ 8 കോർ GPU എടുത്തു, കാരണം 4Kയിലൊക്കെ എഡിറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. എന്നാൽ സത്യം പറയാലോ, ഞാൻ മാക്ക് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് തുറന്നു നോക്കിയപ്പോൾ ശരിക്കും നമ്മുടെ കോഴിക്കോടുള്ള മിഠായി തെരുവില്ലേ, ഈ മിഠായി തെരുവിൽ ഏതെങ്കിലും കുട്ടി അറിയാതെ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ ആ സമയത്ത് എന്തായിരിക്കും ഒരു അവസ്ഥ? കുറേ അലുവകൾ കാണുന്നു, പല കളറിൽ അലുവ, പല മിഠായികൾ, പല കളിപ്പാട്ടങ്ങൾ, ഒരു രക്ഷയുണ്ടാവില്ല. കണ്ണിങ്ങനെ മിന്നിത്തിളങ്ങുന്ന പോലെ ഓരോ കാര്യങ്ങൾ കണ്ടിരിക്കും. പക്ഷേ എവിടെയാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് ഒന്നുമില്ലാതെ അകപ്പെട്ടൊരു അവസ്ഥയിലായിരിക്കും. ആ സെയിം അവസ്ഥയിലാണ് ഞാൻ മാക്ക് തുറന്നപ്പോഴും ഉണ്ടായത്. നിങ്ങളൊരു വിൻഡോസ് യൂസറാണ്, മാക്കിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡൈഹാർഡ് വിൻഡോസ് യൂസറാണ്, മാക്ക് ഉപയോഗിക്കുന്നതിൽ അനുഭവപ്പെടുന്ന കഷ്ടപ്പാട്, അതായത് ആദ്യമായിട്ട് വിൻഡോസിൽ നിന്ന് മാക്കിലേക്ക് വരുമ്പോൾ അനുഭവപ്പെടുന്ന കഷ്ടപ്പാടുകൾ, അഥവാ ഞാൻ കണ്ട ഒരു 15 പ്രശ്നങ്ങൾ, എനിക്ക് ഒരു രക്ഷയില്ല. ഈ പ്രശ്നങ്ങൾ ഞാൻ ആദ്യമായിട്ട് മാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് വരുന്നുണ്ട്, ഏതൊരു വ്യക്തിയായാലും വരുന്നതായിരിക്കും. ആ 15 കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റ് ചെയ്ത സംഭവം എന്ന് പറയുന്നത് മാക്ബുക്ക് എയറിനകത്ത് നിങ്ങൾക്ക് നോർമൽ USB പോർട്ടുകളില്ല. 2 നമ്മുടെ USB-C പോർട്ട് അല്ലെങ്കിൽ തണ്ടർബോൾട്ട് പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന പാടെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന 3 USB ഡിവൈസുകൾ എന്ന് പറയുന്നത്, ഒന്ന് എൻ്റെ ഗെയിമിംഗ് മൗസാണ്, രണ്ടാമത്തേത് എൻ്റെ ഗെയിമിംഗ് കീബോർഡാണ്, മൂന്നാമത്തേത് എൻ്റെ USB ഗെയിമിംഗ് ഹെഡ്ഫോൺസ് ആണ്. ഈ 3 സാധനങ്ങളാണ് ഞാൻ പ്രൈമറി ആയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് 3ഉം എനിക്ക് കുത്താനായിട്ട് പറ്റില്ല. ഇത് 3ഉം കുത്താനായിട്ട് പറ്റില്ല എന്ന് മാത്രമല്ല, എക്സ്റ്റേണൽ മോണിറ്റർ ഉണ്ട്, അത് HDMI പോർട്ട് വഴി കുത്താനായിട്ട് HDMI പോർട്ടില്ല. ഇനി മോഡത്തിൽ നിന്നും എതർനെറ്റ് ഉണ്ട്, ആ ഒരു എതർനെറ്റ് കേബിൾ കുത്താനുള്ള പോർട്ടും ഇല്ല. ആബ്സലൂട്ട്ലി പോർട്ടുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു എക്സ്ട്രാ അഡാപ്റ്റർ നിങ്ങൾ മേടിച്ച് വെക്കേണ്ടി വരും. ഇത് ബെൽക്കിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു 11 പോർട്ടുള്ള ഒരു USB ഹബ്ബാണ്. അപ്പോൾ USB-C വഴി ഞാനിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ 11 ടൈപ്പ് ഓഫ് പോർട്ടുകളുണ്ട്. അപ്പോൾ എനിക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ ആ ഒരു കാര്യങ്ങളെല്ലാം കുത്താനായിട്ട് പറ്റും. അതായിരുന്നു എനിക്ക് ഏറ്റവും ആദ്യം മിസ്സിംഗ് ആയിട്ട് തോന്നിയത്. ഈ ഒരു അഡാപ്റ്റർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പരിപാടി ഒന്നും തന്നെ നടക്കില്ല. ഇനി അടുത്ത ഇതിനകത്തെല്ലാം തല തിരിഞ്ഞാണ്ടിരിക്കുന്നത്, അതായത് ഇപ്പോൾ നിങ്ങളൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി വിൻഡോസ് ഉപയോഗിക്കുന്ന ആളുടെ കൈ ഇങ്ങനെ റൈറ്റ് ഹാൻഡ് ടോപ്പ് കോർണറിലേക്ക് പോകും. ആ ഒരു രീതിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതിനകത്ത് എല്ലാം തന്നെ ലെഫ്റ്റ് സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ക്ലോസ് ആയിക്കോട്ടെ, മിനിമൈസ് ആയിക്കോട്ടെ, മാക്സിമൈസ് ആയിക്കോട്ടെ, ഇതെല്ലാം ലെഫ്റ്റ് സൈഡിൽ ട്രാഫിക് സിഗ്നൽ പോലെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിൻഡോസ് യൂസേഴ്സിന് ഒന്ന് ആ ഒരു ലെഫ്റ്റിലേക്ക് നീക്കുന്ന ആ ഒരു പ്രവണതയിലേക്ക് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അടുത്തത് വൻ കോമഡി ആയിരുന്നു. ഞാൻ മാക്ക് എടുക്കാനായിട്ട് പോയ സമയത്ത് അവിടെ ഷോറൂമിൽ ഈ ഒരു മാക്ക് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായി. ഞാൻ മാക്കിൻ്റെ ട്രാക്ക് പാഡിൽ ഇങ്ങനെ നീക്കിക്കൊണ്ടിരുന്നിട്ട് ഞാൻ ലെഫ്റ്റ് ക്ലിക്കും റൈറ്റ് ക്ലിക്കും ചെയ്യാനായിട്ട് നോക്കുമായിരുന്നു. പക്ഷേ ട്രാക്ക് പാഡിലാണെങ്കിൽ ഒറ്റ ബട്ടൺ ഇല്ല, ട്രാക്ക് പാഡിനകത്ത് ഒരു ബട്ടൺ പോലും ഇല്ല. ഞാൻ എങ്ങനെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യും, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് നോക്കി, ഒന്നും വരുന്നില്ല. റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് നോക്കി, അപ്പോഴും അത് തന്നെയാണ് വരുന്നത്.
സംഭവം എന്താണെന്ന് വെച്ചാൽ മാക്കിനകത്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് ക്ലിക്കും റൈറ്റ് ക്ലിക്കും ഇല്ല. അതായത് ഫിസിക്കൽ ബട്ടൺസ് ലെഫ്റ്റിനും റൈറ്റിനും ഇല്ല. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഫിംഗർ വെച്ച് പ്രസ് ചെയ്യുവാണെങ്കിൽ അതാണ് ലെഫ്റ്റ് ക്ലിക്ക്, 2 ഫിംഗർ വെച്ച് പ്രസ് ചെയ്യുവാണെങ്കിൽ അതാണ് റൈറ്റ് ക്ലിക്ക്. അല്ലാണ്ട് ലെഫ്റ്റ് ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് എന്ന് പറയുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസ് ഇല്ല. പക്ഷേ മൗസ് കുത്തുവാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ക്ലിക്ക് റൈറ്റ് ക്ലിക്കും കിട്ടും. ഇനി അടുത്ത കീബോർഡിൻ്റെ ലേഔട്ടാണ്. കീബോർഡിൻ്റെ ലേഔട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്. കാരണം വിൻഡോസിലുള്ള പോലെ കീബോർഡ് ലേഔട്ടേ അല്ല, കുറേ അധികം വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് വിൻഡോസിൽ കാണുന്ന വിൻഡോസ് കീ ഇല്ല, അതേപോലെ വിൻഡോസിൽ കാണുന്ന പോലെ ഒരു ഓൾട്ട് കീ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് Ctrl+C Ctrl+V ഒക്കെയാണ് നമ്മൾ വിൻഡോസ് ചെയ്യുന്നത്. ഇതിനകത്ത് കൺട്രോൾ ഉണ്ട്, പക്ഷേ Ctrl+C ചെയ്താൽ കോപ്പി ആവില്ല, Ctrl+V ചെയ്താൽ പേസ്റ്റ് ആവില്ല. നമുക്ക് ഇതിനകത്ത് കമാൻഡ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ കീയും അതേപോലെ തന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞ കീയും ഉണ്ട്. സോ കോപ്പി ചെയ്യാനായിട്ട് Command+C, അതേപോലെ പേസ്റ്റ് ചെയ്യാനായിട്ട് Command+Vയും, കട്ട് ചെയ്യാനായിട്ട് Command+Xും, അതേപോലെ പേസ്റ്റ് ചെയ്യാൻ Command+Vയും ആണ്. ഇനി അടുത്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കോപ്പി പേസ്റ്റ്. ഓക്കെ, കോപ്പി പേസ്റ്റ് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റ് കോപ്പിയും പേസ്റ്റും ചെയ്യാം. പക്ഷേ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ടെക്സ്റ്റാണ് Command+X വെച്ച് കട്ട് ചെയ്യുന്നതെങ്കിൽ Command+V വെച്ച് പേസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഫയലാണെങ്കിൽ നിങ്ങൾ Command+X കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിനകത്ത് നിങ്ങൾക്കൊരു ഫയൽ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് Ctrl+X ചെയ്യുന്ന പോലെ ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. സോ കുറേ നേരം ഞാൻ ഇതിൻ്റെ പുറകെ നടന്നു. അവസാനം കണ്ടുപിടിക്കാൻ പറ്റിയ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് കട്ടല്ല ചെയ്യേണ്ടത്, ഫസ്റ്റ് കോപ്പിയാണ് ചെയ്യേണ്ടത്. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലമില്ലേ, അവിടെ പോകുമ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ കീയും കൂടെ പ്രസ് ചെയ്ത് V പ്രസ് ചെയ്യുമ്പോൾ അത് മൂവ് ആണ് ആവുന്നത്. സോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കട്ട് ഇല്ല. ഇനി അടുത്ത് ഞാൻ അഡാപ്റ്ററൊക്കെ വെച്ചുകൊണ്ട് മാക്കിലേക്ക് എനിക്ക് മൗസ് കുത്താനായിട്ട് പറ്റി. മൗസ് കുത്തിയിട്ട് ഞാൻ വെബ്സൈറ്റ് എടുത്തിട്ട് സ്ക്രോൾ ചെയ്യാൻ നോക്കുമായിരുന്നു. സോ നോർമലി വിൻഡോസ് സ്ക്രോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മളിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്ക്രീൻ മുകളിലേക്ക് പോകും, മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്ക്രീൻ താഴേക്ക് വരും. പക്ഷേ ഇതിൽ നേരെ തല തിരിച്ചായിരുന്നു. നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്ക്രീൻ എല്ലാം കൂടെ താഴേക്ക് വരുന്നു, മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എല്ലാം മുകളിലേക്ക് പോകുന്നു. കുറേ നേരം ഇത് എന്താണ് ഒക്കെ തലതിരിഞ്ഞാണോ എന്ന് ആലോചിച്ചിരുന്നു. പിന്നീട് കുറേ റിസർച്ചൊക്കെ നടത്തിയപ്പോഴാണ് മനസ്സിലായത് മൗസിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് സ്ക്രോളിനകത്ത് നാച്ചുറൽ എന്ന് പറയുന്ന സാധനം ഓഫൊക്കെ ആക്കിയിട്ടാൽ മാത്രമേ വിൻഡോസിലെ പോലെ സ്ക്രോൾ കിട്ടുള്ളൂ എന്ന്. ഇനി നോർമലി വിൻഡോസിനകത്തൊരു ഫോൾഡറിൽ ഒരു 10 ഫോട്ടോ അല്ലെങ്കിൽ 15 ഫോട്ടോ, എത്ര ഫോട്ടോ ആയിക്കോട്ടെ, ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുന്നു, ആരോ കീസ് പ്രസ് ചെയ്യുന്നു, അടുത്ത ഫോട്ടോസ് കാണുന്നു. അല്ലെങ്കിൽ നമ്മൾ മൗസ് വെച്ച് സ്ക്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ആരോ ഉണ്ടാകും, ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രോളായി സൈക്കിളായി പോകുന്നു ഓരോ ഫോട്ടോസിൽ കൂടെ. അതേപോലെ ഞാൻ മാക്കിനകത്ത് ഒരു ഫോൾഡറിൽ കുറേ ഫോട്ടോസ് നിറച്ച് വെച്ചു. എന്നിട്ട് ആ ഫോട്ടോസ് ഇങ്ങനെ സൈക്കിൾ ചെയ്ത് കാണാനായിട്ട് ഒരു ഫോട്ടോ ഓപ്പൺ ആക്കി. എന്നിട്ട് ആരോക്കി ഞെക്കിയപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. മൗസിൽ സ്ക്രോൾ ചെയ്യാൻ നോക്കി, ഒന്നും സംഭവിക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് ഫോട്ടോസിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഫോൾഡറിനകത്ത് 10 ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഫോട്ടോസിൻ്റെ ഉള്ളിൽ കൂടെ സൈക്കിൾ ചെയ്യാനായിട്ട് പറ്റില്ല. 10 എണ്ണവും ഇൻഡിവിജ്വലി ഓപ്പൺ ചെയ്യണം. ഒരെണ്ണം ഓപ്പൺ ചെയ്യണം, അതിനുശേഷം അത് ക്ലോസ് ചെയ്തിട്ട് അടുത്ത് ഓപ്പൺ ചെയ്യണം, അങ്ങനെ ഇൻഡിവിജ്വലി ഓപ്പൺ ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി വിൻഡോസിൽ കാണുന്നില്ല, സ്ക്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഇതിന് ആക്ച്വലി ഒരു വർക്ക് അറൗണ്ട് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട എല്ലാ ഫയലും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. അങ്ങനെ ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ PDF ഒക്കെ വായിക്കുന്ന സമയത്ത് കുറേ പേജുകൾ വരില്ലേ, അതേപോലെ പ്രിവ്യൂസ് വരും. റൈറ്റ് സൈഡിൽ കുറച്ച് വലുതായിട്ട് കാണിക്കും. അങ്ങനെ മാത്രമേ നമുക്ക് ഫോട്ടോസിൽ കൂടെ സൈക്കിൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നോർമലി വിൻഡോസ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു, നമ്മൾ ഉപയോഗിച്ചു, ക്ലോസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ക്ലോസ് ആയി, ഇറ്റ്സ് ഡൺ. ഇല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ റൺ ചെയ്യുമായിരിക്കും ടാസ്ക് മാനേജറിൽ. പക്ഷേ ഫിസിക്കലി നമ്മളൊരു ക്ലോസ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ക്ലോസ് ആണ്, അത്രയേ ഉള്ളൂ. പക്ഷേ മാക്കിൽ അങ്ങനെയല്ല. മാക്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു, ക്ലോസ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി അത് മിനിമൈസ് ആണ് ആവുന്നത്, അത് ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് റൺ ആവുന്നത്. നമ്മൾ നോർമലി ഫോണിലൊരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമ്മളിങ്ങനെ ഹോം സ്ക്രീനിലേക്ക് സ്വൈപ്പ് ചെയ്ത് വിടുമ്പോൾ സംഭവിക്കില്ലേ, അതേ പരിപാടിയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ക്ലോസ് ആവില്ല, താഴെ തന്നെ കിടക്കാൻ. താഴെ ഡോക്കിനകത്ത് ആപ്ലിക്കേഷൻ അടിയിൽ ചെറിയൊരു ഡോട്ട് വരും, അതായത് ഓപ്പൺ ആയിരിക്കുവാണ് എന്നാണ്. അപ്പം നിങ്ങൾ ആ ഒരു ഡോക്കിൽ പോയി ആപ്ലിക്കേഷനിൽ നമ്മൾ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്വിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ക്വിറ്റ് ആവുള്ളൂ. അല്ലാത്ത പക്ഷം അത് അവിടെ റണ്ണിങ് ആയിട്ട് തന്നെ ഇരിക്കും. സോ ക്ലോസ് ബട്ടൺ ഞെക്കി ചെയ്താൽ അത് ക്ലോസ് അല്ല ആവുന്നത്. ഇനി അടുത്ത മേജറായിട്ട് ഞാൻ മിസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, വിൻഡോസിൽ ഇപ്പോൾ നമ്മളൊരു വിൻഡോ ഓപ്പൺ ചെയ്തു, ലെഫ്റ്റ് സൈഡിൽ വെച്ചു. അടുത്ത വിൻഡോ ഓപ്പൺ ചെയ്ത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് സ്നാപ്പായിട്ട് നമ്മുടെ ഒരേ സ്ക്രീനിൽ തന്നെ ലെഫ്റ്റും റൈറ്റുമായിട്ട് കിടക്കും. ഈ സൈഡിലൊരു വിൻഡോ, ഈ സൈഡിലൊരു വിൻഡോ. നമ്മൾ ഒരു വിൻഡോയും കൂടെ വയ്ക്കുവാണെങ്കിൽ ഈ സൈഡിൽ അങ്ങനെ സ്റ്റാക്ക് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിനകത്ത് സ്റ്റാക്ക് എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല. നമ്മൾ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തു, അടുത്ത വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട്. നമ്മളിങ്ങനെ നീക്കി വെക്കുക, ഇങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പൊക്കെ ഇരിക്കും. നമ്മൾ തന്നെ ഇങ്ങനെ അലൈൻ ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ വെക്കണം. അല്ലാത്ത പക്ഷം വിൻഡോസിൽ കാണുന്ന പോലെ തനിയെ അത് സ്നാപ്പ് ആവില്ല. സോ അതിന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ ബൈ ഡിഫോൾട്ട് അത് പറ്റില്ല. അത് വളരെ വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ഇനി അടുത്ത് പറയുന്നതിന് മുന്നേ ചില ആൾക്കാർ മാക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് പരിചയമുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ പറയും ഇവന് മാക്കിനെ കുറ്റം പറയുകയാണ്. കാരണം ഞാൻ ഐഫോണിൻ്റെ ഒരു വീഡിയോയിൽ ഐഫോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, അപ്പോൾ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ മാക്കിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുവാണെങ്കിൽ, ഇത് നമ്മൾ വിൻഡോസ് യൂസ് ചെയ്ത ഒരാൾ പെട്ടെന്ന് മാക്കിലേക്ക് മാറുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്
മാക്കിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്ക് അറൗണ്ടുകൾ ഉണ്ടാവാം, അതൊക്കെ നമ്മൾ ഇരുന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രശ്നങ്ങളാണ് പറയുന്നത്. സോ അടുത്ത ഞാൻ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വിൻഡോസ് ലാപ്പിൽ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് നമ്മുടെ ഈ ഒരു WD വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് ആണ്, മൈ പാസ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. സോ ഏകദേശം 150-160 GB ഫയൽസ് അതിനകത്ത് ഉണ്ടായി. ഞാൻ ഇതിനകത്തേക്ക് ഹാർഡ് ഡിസ്ക് കുത്തി, എന്നിട്ട് അതിലുള്ള ഫയൽസ് കുറച്ചൊക്കെ ഞാൻ കോപ്പി ചെയ്തു. അതൊന്നും പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ തിരിച്ച് ഞാൻ ഈ മാക്കിനകത്ത് റെൻഡർ ചെയ്ത വീഡിയോ ഞാൻ ആ ഒരു ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്യാൻ നോക്കിയപ്പോൾ നടക്കണില്ല. എങ്ങനെയൊക്കെ കോപ്പി ചെയ്യാൻ നോക്കിയിട്ടും കോപ്പി ചെയ്യേണ്ട പേസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനേ വരുന്നില്ല. അവസാനം ഇത് എന്താണ് സംഭവം എന്ന് ഞാൻ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഈ വിൻഡോസിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക് NTFS എന്ന് പറഞ്ഞ സ്റ്റോറേജിലാണ്, അതായത് ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം അതാണെന്ന് തോന്നുന്നു, NTFS. ആ ഒരു രീതിയിലാണ്. അത് മൈക്രോസോഫ്റ്റിൻ്റെ ആണ്. ആ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ സാധനം ഇതിൽ ഉപയോഗിക്കണമെങ്കിൽ ആപ്പിൾ മൈക്രോസോഫ്റ്റിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ലൈസൻസ് മേടിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആപ്പിൾ എന്ന് വെച്ചാൽ ഞങ്ങളൊന്നും മൈക്രോസോഫ്റ്റിൻ്റെ അടുത്ത് പോയി മേടിക്കാൻ പോകുന്നില്ല. സോ അതിൻ്റെ സപ്പോർട്ട് ഇല്ല നമ്മുടെ മാക്കിൽ. സോ അത് റീഡ് ഓൺലി മാത്രമേ ഉള്ളൂ. ഹാർഡ് ഡിസ്ക് കുത്തിയാൽ നമുക്ക് റീഡ് ചെയ്യാനേ പറ്റുള്ളൂ, തിരിച്ച് ഹാർഡ് ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി റൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പാരഗൺ അങ്ങനത്തെ ഏതോ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസൊക്കെ വെച്ചിട്ട് നിങ്ങൾ എക്സ്റ്റൻഷൻ പെർമിഷനെ കൊടുത്ത്, റൂട്ട് റൈറ്റ് പെർമിഷനെ കൊടുത്ത്, കുറേ സൂഡോ കോഡുകളൊക്കെ അടിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ച് മാക്കിൽ നിന്ന് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു കാര്യമൊന്നും ചെയ്തില്ല എങ്കിൽ നമുക്ക് ബൈ ഡിഫോൾട്ട് അത് നടക്കില്ല. ഇനി മാക്കിൻ്റെ കീബോർഡ് ആരാണ് ഉണ്ടാക്കിയത് എനിക്ക് അങ്ങനെ കാണണം. വേറെ ഒന്നുമല്ല, നോർമലി നമ്മളിപ്പോൾ വേർഡ് എന്തെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 2 ഡിലീറ്റ് പരിപാടികളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ബാക്ക് സ്പേസ്, അതായത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോകാന്നുള്ളത്. പിന്നുള്ളത് നമ്മുടെ ഡിലീറ്റ് ബട്ടൺ, അതായത് എവിടെയെങ്കിലും കർസർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഡിലീറ്റ് ആയി പോകുക എന്നുള്ളത്. സോ 2 ബട്ടൺ ഉണ്ട്. നോർമലി ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് സ്പേസ് ഉപയോഗിക്കും, അല്ലാത്ത പക്ഷം നമ്മൾ എന്തെങ്കിലും ഡിലീറ്റ് ആക്കി കളയണമെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ഉപയോഗിക്കും. പക്ഷേ ഇതിനകത്ത് ബാക്ക് സ്പേസ് ഇല്ല. ബാക്ക് സ്പേസ് എന്ന പരിപാടിയില്ല, ഒരൊറ്റ ബട്ടൺ മാത്രമേ ഉള്ളൂ, ഡിലീറ്റ് ആണ്. ഡിലീറ്റ് ബട്ടൺ മാത്രമേ ഉള്ളൂ, ബാക്ക് സ്പേസ് ഇല്ല. ആ ഡിലീറ്റ് ബട്ടൺ ബാക്ക് സ്പേസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മറ്റേ ഫോർവേഡ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ബട്ടൺ തന്നെയാണ് ഫയലുകൾ ഡിലീറ്റ് ചെയ്യാനായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷേ ഫയൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കമാൻഡ് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ, കമാൻഡ് ഡിലീറ്റ് ഓപ്ഷൻ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ. വെറുതെ ഡിലീറ്റ് ഞെക്കിക്കഴിഞ്ഞാൽ ഡിലീറ്റ് ആവില്ല. വിൻഡോസിനകത്ത് നമുക്കിപ്പോൾ 2, 3, 4 ഐക്കണൊക്കെ ഉണ്ടെങ്കിൽ നോർമലി നമ്മൾ ഐക്കൺ കൊണ്ടിടുമ്പോൾ തനിയെ അതങ്ങ് അറേഞ്ച് ആവും. അറ്റ്ലീസ്റ്റ് ആ ഒരു ഗ്രിഡിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അല്ലാതെ ഒരു ഫോൾഡറിൻ്റെ മുകളിൽ ഒരു ഫോൾഡറൊന്നും പോയി നിൽക്കില്ല. അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നും വിൻഡോസില്ല. പക്ഷേ മാക്ക് ഉണ്ടല്ലോ, ഇവൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിൻ്റെ മുകളിലേക്ക് ലേശം ചരിച്ച് നമ്മൾ വേറെ ഫോൾഡർ കൊണ്ട് വെച്ചാൽ അത് അവിടെ ഇരിക്കും. 2 ഫോൾഡറുകളൊക്കെ ഇങ്ങനെ ഇരിക്കും. അതായത് ഇതിനകത്ത് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഫോൾഡറുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അറേഞ്ച് ചെയ്യാവില്ല. നമ്മൾ മാനുവലായിട്ട് ക്ലീനപ്പ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നേരെ ആക്കണം. അല്ലെങ്കിൽ ക്ലീനപ്പ് ബൈ, അല്ലെങ്കിൽ സോർട്ട് ബൈ, സ്നാപ്പ് ടു ഗ്രിഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ മാത്രമേ നേരെ ചെവി നിൽക്കുള്ളൂ. അല്ലാത്ത പക്ഷം ബൈ ഡിഫോൾട്ട് നിങ്ങൾ ഒരു ഫോൾഡർ എവിടെ ഇട്ടു, അടുത്ത ഫോൾഡർ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കൊണ്ടിട്ട് അവിടെ നിൽക്കും. അതിൻ്റെ 2ൻ്റെ ഇടയ്ക്ക് വേറെ ഫോൾഡർ കൊണ്ടിട്ട് അതൊക്കെ നിൽക്കും. അയ്യോ, ഇതിനകത്ത് ഫോൾഡറിൻ്റെ ഭംഗിക്ക് അറേഞ്ച് ചെയ്യുന്നത് ആ ഒരു ക്ലീനപ്പ് എന്ന് പറയുന്ന സാധനം ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. ഇനി അടുത്തത്, ഞാൻ വിൻഡോസ് യൂസർ ആയതുകൊണ്ട് ഞാൻ മിസ് ചെയ്യുന്നൊരു ഫീച്ചറാണ്. അതായത് ഇപ്പോൾ വിൻഡോസിൽ നമ്മൾ ഹെഡ്ഫോൺ ജാക്കിനകത്ത് എന്തെങ്കിലും കുത്തുമ്പോൾ ടിടിൻ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ വരും. എന്നിട്ട് നിങ്ങൾ ഇതാണോ കുത്തിയെന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കും. പക്ഷേ മാക്കിനകത്ത് നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ, ഊരിക്കഴിഞ്ഞാൽ, ഈ ഹെഡ്ഫോൺ ജാക്കിനകത്ത് എന്ത് കുത്തിയാലും ഊരിയാലും ഒരൊച്ച ഒന്നും കേൾക്കുന്നില്ല. അത് ഞാൻ നോക്കി, അത് എനേബിൾ ചെയ്യാൻ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ അത് കുത്തിയായിട്ട് അറിയില്ല. പിന്നെ നമ്മൾ സൗണ്ടിൽ പോയിട്ട് അതിനകത്ത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇത് മര്യാദയ്ക്ക് കുത്തിയിട്ടുണ്ടോ ഊരിയിട്ടുണ്ടോ അങ്ങനത്തെ നോട്ടിഫിക്കേഷൻസ് ഒന്നും തന്നെ വരില്ല. സോ അതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അറിയാമായിരുന്നു കുത്തിയോ ഇല്ലയോ എന്ന്. ഞാൻ വിൻഡോസിൽ മിസ് ചെയ്യുന്നൊരു പരിപാടിയാണ് ഇതിൽ. ഇനി ലാസ്റ്റ്, ഇതെനിക്ക് അറിഞ്ഞുകൂടാ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, നോർമലി വിൻഡോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു പെയ്ഡ് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നമ്മൾ ഉടനെ എൻ്റെ ക്രാക്ക് സെർച്ച് ചെയ്യുന്നു. കുറേ വെബ്സൈറ്റുകളിൽ ക്രാക്കായിട്ടുള്ള വിൻഡോസിൻ്റെ ആപ്ലിക്കേഷൻസ് കിട്ടുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു. ഒരു 10 വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ 8 എണ്ണത്തിലും കറക്റ്റായിട്ടുള്ള ക്രാക്ക് കിട്ടും. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. വെരി ഈസി, ഭയങ്കര സ്ട്രൈറ്റ് ഫോർവേഡ്. പക്ഷേ മാക്കിനകത്ത് നിങ്ങൾക്ക് ക്രാക്ക് സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കണമെങ്കിൽ തലവേദനയാണ്. നമുക്ക് മാക്കിനകത്ത് ക്രാക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. .dmg എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനത്തെ DMG ഫയലുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡയറക്റ്റായിട്ട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ മാത്രമേ ഉള്ളൂ, പ്രോപ്പറായിട്ടുള്ള വെബ്സൈറ്റുകളൊന്നുമില്ല. സോ ക്രാക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതിലെല്ലാം നമ്മൾ ഒന്നില്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി ഫൈനൽ കട്ട് പ്രോ പോലത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം 27,900 രൂപയാണ് ആ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ തന്നെ വില എന്ന് പറയുന്നത്. സോ പുറത്ത് നിന്ന് നമ്മൾ ക്രാക്കായിട്ടുള്ള ആപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കലും അതേപോലെ ഇൻസ്റ്റാൾ ചെയ്തതും പാടാണ്. പറ്റും, പക്ഷെ കുറേ തപ്പി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പാടാണ്.
സോ ഇതൊക്കെയാണ് ആദ്യമായിട്ട് മാക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലംസ്. കുറേയധികം പ്രോബ്ലംസിനൊക്കെ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് അറിയാമായിരിക്കാം, എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടാവാം. സോ മാക്ക് യൂസ് ചെയ്യുന്നവർ ഈ പറഞ്ഞതിലൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എടാ മണ്ട, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, എടാ പൊട്ട, തനിക്ക് മാക്ക് ഉപയോഗിക്കാറില്ലെങ്കിൽ വീഡിയോ ചെയ്യരുത്, ആദ്യം നീ റിസർച്ച് ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടും ബഹളമൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊന്നും പറയാതെ ഇതേപോലെ ആദ്യമായിട്ട് മാക്കിലേക്ക് വരുന്നവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് മറ്റുള്ളവരായിട്ട് നോർമലി സാധാരണ ഭാഷയിൽ ഷെയർ ചെയ്ത് കൊടുക്കൂ താഴെ കമൻറ്റ് ബോക്സിലൂടെ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും വിൻഡോസിൽ നിന്ന് മാക്കിലേക്ക് വരുന്നവർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനിഷ്യലി ഫേസ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് സെല്ല ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.